നമസ്കാരം, ഞാൻ ആരതി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ട്രീറ്റ് മാട്രസസ്. അന്നം മുട്ടിച്ച് വിലക്കയറ്റം. സാധാരണക്കാരന്റെ അന്നം മുട്ടിച്ച് സംസ്ഥാനത്ത് വീണ്ടും അരിവില കൂടുന്നു. ആന്ധ്ര അരിക്ക് പുറമെ കേരളത്തിൽ വിളയുന്ന മട്ടയരിക്കും ഒരാഴ്ചക്കിടെ കൂടിയത് 5 രൂപ. വില വർധനവിന് പിന്നിൽ ഓണവിപണി ലക്ഷ്യമിട്ട് അരിക്ക് കൃത്രിമക്ഷാമം സൃഷ്ടിക്കാനുള്ള നീക്കമെന്ന് സൂചന. കർഷകർ നെല്ല് പൂഴ്ത്തുന്നതായും പരാതി. ആന്ധ്രയിൽ നിന്നുള്ള ജയരിക്ക് വിപണി വില കിലോ 45 രൂപയായപ്പോൾ സുലേഖയ്ക്ക് 43. പാലക്കാട്ടും കുട്ടനാട്ടും വിളയുന്ന മട്ടയരിക്ക് കൂടിയത് 4 മുതൽ 6 രൂപ വരെ. ബംഗാളിൽ നിന്ന് അരി ഇറക്കി ഒരു പരിധിവരെ സർക്കാർ വില പിടിച്ചു നിർത്തിയെങ്കിലും വീണ്ടും കാര്യങ്ങൾ കൈവിട്ടു പോയത് നെല്ലിനായി കർണാടകത്തെ ആശ്രയിക്കേണ്ടി വന്നതെന്ന് വ്യാപാരികൾ. വിറങ്ങലിച്ച് കേരളം. കാലവർഷം കനത്തതോടെ സംസ്ഥാനത്ത് ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണത്തിലും പെരുപ്പം. മെയ് മാസം മാത്രം 2475 പേർക്ക് രോഗം സ്ഥിരീകരിച്ചപ്പോൾ രോഗബാധ സംശയിച്ച് ചികിത്സ തേടിയവരുടെ എണ്ണം 15,000-ലധികം. അതിനിടെ ആശങ്ക വർദ്ധിപ്പിച്ച് H1N1-ഉം ടൈഫോയിഡും. കൊല്ലം, കണ്ണൂർ, പാലക്കാട്, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ രോഗം സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ്. തലസ്ഥാനത്ത് പല സ്വകാര്യ ആശുപത്രികളിലും കിടക്ക ഒഴിവില്ലാത്തതിനാൽ പനി ബാധിതരെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുന്നില്ലെന്ന് പരാതി. ചികിത്സ തേടുന്നവർക്ക് സർക്കാർ ആശുപത്രികളിൽ മതിയായ സൗകര്യമൊരുക്കാൻ DMOമാർക്ക് നിർദ്ദേശം നൽകിയതായി ആരോഗ്യ ഡയറക്ടർ. താലൂക്ക് ആശുപത്രികളിൽ പ്രത്യേക വാർഡുകൾ തുറന്നതായും വിശദീകരണം. പ്രതിസന്ധിയിൽ ആശങ്കയോടെ. ഖത്തർ പ്രതിസന്ധി അയവില്ലാതെ തുടരവേ ആശങ്കയിലായി പ്രവാസികൾ. UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വിമാന സർവീസ് നിർത്തിയതോടെ നാട്ടിലേക്ക് മടങ്ങാൻ മറ്റു രാജ്യങ്ങൾ വഴി ടിക്കറ്റ് എടുത്തവർ പ്രതിസന്ധിയിൽ. ആശങ്ക വേണ്ടെന്നും വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടിട്ടുണ്ടെന്നും മന്ത്രി KT ജലീൽ. അതേസമയം പ്രശ്നപരിഹാരത്തിന് സമവായ ശ്രമവുമായി തുർക്കിയും കുവൈറ്റും. അറബ് ഭിന്നതയിൽ അതീവ ദുഃഖമെന്ന് തുർക്കി പ്രസിഡന്റ് തയ്യിപ് എർദോഗൻ. പ്രകോപനമുണ്ടാക്കുന്ന നടപടികളൊന്നും തൽക്കാലം സ്വീകരിക്കരുതെന്ന് ഖത്തർ അമീറിനോട് കുവൈറ്റ്. ഗൾഫ് മേഖല സാധാരണ നിലയിലാകാൻ എല്ലാ പിന്തുണയും നൽകുമെന്നും രാജ്യങ്ങൾ. അതിനിടെ ഖത്തറിന്റെ നടപടികൾ അയൽക്കാരെ മാത്രമല്ല അമേരിക്കയെയും അസ്വസ്ഥപ്പെടുത്തുന്നതായി ഡൊണാൾഡ് ട്രംപ്. ഭിന്നത പരിഹരിക്കാൻ എത്രയും വേഗം നടപടികൾ സ്വീകരിക്കണം. ഖത്തറിനെ ശരിയായ ദിശയിൽ എത്തിക്കാൻ ശ്രമം തുടരുമെന്നും അമേരിക്കൻ പ്രസിഡന്റ്. നിരോധനത്തിൽ കടുപ്പിച്ച്. പാതയോര മദ്യനിരോധനത്തിൽ കർശന നിലപാടുമായി കേന്ദ്ര സർക്കാർ. സുപ്രീം കോടതി വിധി പാലിക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം. ഇത് സംബന്ധിച്ച് സെക്രട്ടറിമാർക്കും പൊതുമരാമത്ത് എഞ്ചിനീയർമാർക്കും ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റെ കത്ത്. വിധി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും കേന്ദ്രം. അതിനിടെ പാതയോര മദ്യശാലകൾ പൂട്ടണമെന്ന വിധിക്കെതിരെ മന്ത്രി G. സുധാകരൻ. സുപ്രീം കോടതി വിധി തിരുത്തുകയാണ് വേണ്ടത്. ഭരണഘടനാപരമായി മദ്യക്കച്ചവടം നടക്കട്ടെ. സർക്കാർ നയം മദ്യനിരോധനമല്ലെന്നും കച്ചവടം നിരോധിച്ചാൽ സംസ്ഥാനത്ത് വ്യാജമദ്യം ഒഴുകുമെന്നും മന്ത്രി. ഭീകരരെ തിരിച്ചറിഞ്ഞു. ലണ്ടനിൽ 7 പേരുടെ മരണത്തിനിടയാക്കി ശനിയാഴ്ച ഉണ്ടായ ഭീകരാക്രമണത്തിൽ പിടിയിലായവരിൽ 3 പേരെ തിരിച്ചറിഞ്ഞതായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മേ. 2 പേർ പാകിസ്ഥാനികളും ഒരാൾ ലിബിയൻ സ്വദേശിയെന്നും സ്ഥിരീകരണം. രാജ്യത്തെ ഭീകരവിരുദ്ധ നയം പുനരവലോകനം ചെയ്യേണ്ട സമയം അതിക്രമിച്ചെന്നും വിലയിരുത്തൽ. ആക്രമണമുണ്ടായ കിഴക്കൻ ലണ്ടനിൽ വ്യാപക പരിശോധന. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകൾ ഇന്നുണ്ടാകുമെന്നും കുറ്റവാളികൾക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുമെന്നും ലണ്ടൻ പോലീസ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ട്രീറ്റ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30. നമസ്കാരം.